പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിൻ്റെ 4-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ 4-ാമത്തെ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു തന്നൊരു ബോധ്യം ഇതാണ്: കോപം, അമിത കോപം അഥവാ ക്ഷിപ്രകോപം, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ സാത്താനെ വിളിച്ചു വരുത്തുന്ന ഒരു വഴിയാണ് എന്ന് പറയുകയാണ്. അതിനാസ്പദമായിട്ട് കർത്താവ് തന്ന വചനം എഫേസോസ് ലേഖനം 4-ാം അധ്യായം 26-27 തിരുവചനങ്ങളാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുത്. 27-ാം വാക്യം പറയാണ്, സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. സാത്താന് നമ്മൾ ഇടം കൊടുക്കുന്ന ഒരു മേഖലയാണ് ഈ ക്ഷിപ്രകോപം. കോപത്തിലൂടെ അത് പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകാൻ സാധ്യതകൾ ഏറെയാണ്. നമുക്കറിയാം അല്ലേ? കോപത്തോടെ ആക്രോശിച്ചുകൊണ്ടൊക്കെ നമ്മൾ ഷൗട്ട് ചെയ്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് പാപത്തിൻ്റെ മേഖല കടന്നു പോകും. ആ പാപത്തിൻ്റെ മേഖല കടന്നു പോകുമ്പോഴാണ് സാത്താൻ നമ്മൾ ഇടം കൊടുക്കുന്നത്. അപ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഉണ്ണീശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ശാന്തശീലരായിരിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതെന്താണ്? കോപിക്കാം, എന്നാൽ നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുത്. ഏത് സൂര്യൻ്റെ കാര്യമാണ് പറയണേ? ഈ പ്രകൃതി ചക്രത്തെ ഇങ്ങനെ ചുട്ടുപഴുപ്പിക്കുന്ന ഉദയസൂര്യൻ്റെ കാര്യമല്ല പറയുന്നത്. നിന്നിലെ പ്രകാശം അന്ധകാരമാകാതിരിക്കട്ടെ, നിന്നിലെ സൂര്യൻ കെട്ടുപോകാതിരിക്കട്ടെ. എൻ്റെ നിൻ്റെ ഉള്ളിലുള്ള സൂര്യൻ ആരാ? ഉദിച്ച സൂര്യൻ ആരാണത്? കർത്താവായ യേശു ക്രിസ്തുവാണ്. 10,000 പതിമടങ്ങ്, സൂര്യനേക്കാൾ 10,000 പതിമടങ്ങ് ശോഭയുള്ള നേത്രങ്ങൾ കൊണ്ട് ദൈവം മനുഷ്യരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നു. അപ്പോൾ ദൈവത്തെ സൂര്യനോട് ഉപമിക്കുന്ന ചില വചനങ്ങളും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട വചനം എഫെസോസ് 4:26 ആണ്. അതിന് തൊട്ട് താഴത്തെ 27-ാം ചെറിയ വചനമാണ്. സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്, അത് 27-ാമത്തെ വചനം. അപ്പോൾ ശാന്തശീലരായിരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാന്തത, എളിമ. പ്രിയമക്കളെ, അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരിക. എളിമയുള്ള ജീവിതങ്ങളെ കർത്താവ് ഉയർത്തും. പരിശുദ്ധ അമ്മയെ സ്വർഗത്തോളം ഉയർത്തിയത് അതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, അമ്മ മാതാവിനെ ലോകം മുഴുവനുള്ള അൾത്താരകളിൽ വണങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ അമ്മ മാതാവ് എത്രത്തോളം എളിമയോടെ ദൈവസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ടാണ്. എളിമയുടെ കുടമാണവൾ. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും എളിമയുള്ള ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തുന്ന കർത്താവെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നല്ല ഈശോയെ, ഞങ്ങൾക്ക് ഹൃദയശാന്തതയും എളിമയും കർത്താവെ നൽകണമേ. കർത്താവെ, അമിതമായിട്ടുള്ള കോപം, കർത്താവെ, അതിലൂടെ കടന്നു വരുന്ന പാപത്തിൻ്റെ കെട്ടുകൾ, ഇതെല്ലാം ഞങ്ങളെ നാശത്തിലേക്ക് എത്തിക്കുന്നു ഞങ്ങൾ അറിയുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങളെ അവിടുന്ന് കൃപയാൽ നിറയ്ക്കണമേ, ആത്മാവിനാൽ ശക്തീകരിക്കണമേ, എളിമയുള്ള ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉണ്ണീശോയെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.